നമസ്കാരം. CPM ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ ഭരണകാലം. കാരണം അവർ സ്വപ്നം കാണുന്നതും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയായിരിക്കണമെന്ന് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായാണ്. നമ്മൾ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നന്മയുള്ളവരാവണം, മനുഷ്യത്വമുള്ളവരാവണം എന്നതല്ല അവരുടെ രീതി. ഏകാധിപതികളാവണം, സ്വേച്ഛാധിപതികളാവണം, പാർട്ടി തന്നെയായിരിക്കണം ഭരണം, പാർട്ടി തന്നെയായിരിക്കണം വ്യക്തിയുടെ മേലുള്ള നിയന്ത്രണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ചരിത്രം. സോവിയറ്റ് യൂണിയനിലാണെങ്കിലും ശരി, പിന്നീട് ചൈനയിലാണെങ്കിലും ശരി, ലോകത്ത് എവിടെയെല്ലാം കമ്മ്യൂണിസം വന്നുവോ, കിഴക്കൻ യൂറോപ്പിന്റെ കഥ നമുക്കറിയാം. അവിടെയൊക്കെ ഈ ഏകാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയുള്ള പാർട്ടി സർവാധിപത്യമായിരുന്നു നടന്നത്. അങ്ങനെയാണ് അതെല്ലാം തകർന്നടിഞ്ഞത്. ഇന്ന് ഒരിടത്തും ഈ കമ്മ്യൂണിസം നിലനിൽക്കുന്നില്ല. അല്പമെങ്കിലും കമ്മ്യൂണിസം ഉണ്ട് എന്ന് പറയാവുന്നത് ക്യൂബയിലാണ്. അവിടെ പക്ഷെ പട്ടിണിയും പരിവട്ടവുമാണ്. അത് ഏതു നിമിഷവും പൊട്ടിത്തകരാവുന്നതേ ഉള്ളൂ. ചൈനയാവട്ടെ ബുദ്ധിപരമായി കമ്മ്യൂണിസം എന്ന് പറയുന്നത് അധികാരം നിലനിർത്താനുള്ള ഒരു ഉപാധി മാത്രമാക്കി മാറ്റി പൂർണ്ണമായും മുതലാളിത്തത്തിലേക്ക് മാറി. എന്നാൽ CPMകാർ പാഠം പഠിച്ചിട്ടില്ല. ഇന്നലെ വിജയരാഘവൻ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ സോഷ്യലിസം സ്വപ്നം കാണുന്നു, ഞങ്ങൾ മുതലാളിത്തത്തെ എതിർക്കുമെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള മൂഢവിശ്വാസത്തിൽ അവർ തുടരുകയാണ്. ആ മൂഢവിശ്വാസത്തിന്റെ പിൻബലം പറ്റി അവർ അധികാരം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് സമസ്ത പൊതുമേഖലാ സ്ഥാപനങ്ങളും മനുഷ്യ സംവിധാനങ്ങളും അവർക്ക് പാർട്ടിക്ക് പണമുണ്ടാക്കാനും നിലനിൽക്കാനുമുള്ള ഉപാധികളാണ്. അങ്ങനെയാണ് സഹകരണ ബാങ്കുകളെ അവർ ചൂഷണം ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായി മാറിയ ഈ സർവീസ് സഹകരണ ബാങ്കുകളൊന്നും ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് പറയുന്നത്. പക്ഷേ ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കിയ വളർച്ച ചില്ലറയല്ല. എല്ലാ ഗ്രാമങ്ങളിലും തന്നെ സഹകരണ ബാങ്കുകൾ ഉണ്ടാവുന്നു. ആളുകൾ പരസ്പരം പങ്കുചേരുന്നു. അവർ തന്നെ അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു. അവർ നിക്ഷേപം വാങ്ങുന്നു. അവർ പലിശയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തിയിരുന്നത് സഹകരണ ബാങ്കുകളാണ്. ഇപ്പോൾ ആ സഹകരണ ബാങ്കുകൾ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ചില അപൂർവം ബാങ്കുകൾ ഒഴിച്ചാൽ എനിക്ക് പരിചയമുള്ള ഒരു ബാങ്ക് എരുമേലി സഹകരണ ബാങ്കാണ്. ചെമ്പകത്തെങ്കിൽ കറിയാച്ചൻ എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ് നേതാവ് പതിറ്റാണ്ടുകളായി, അദ്ദേഹം വളരെ സമ്പന്നനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പണം ബാങ്കിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല. പതിറ്റാണ്ടുകൾ അദ്ദേഹം ആ ഭരണം നിലനിർത്തുന്നു, അഴിമതി ഉണ്ടാവുന്നില്ല. അത്തരം ചില ബാങ്കുകൾ ഒഴിച്ചാൽ മിക്ക ബാങ്കുകളും ഈ 10 വർഷത്തെ CPM ഭരണത്തിന് കീഴിൽ പാർട്ടിക്ക് കാശുണ്ടാക്കാനുള്ള ഉപാധികളായി, ചൂഷണോപാധികളായി മാറി തകർച്ചയുടെ വക്കിലാണ്. കരുവന്നൂരാണ് നമ്മൾ പുറത്തേക്കെറിഞ്ഞ ആദ്യത്തെ ബാങ്ക് കൊള്ള. സാധാരണ മനുഷ്യരുടെ നിക്ഷേപം സ്വീകരിക്കുക, ആ നിക്ഷേപം നേതാക്കന്മാർ പങ്കിട്ടെടുക്കുക. അവർ ആ പണമെടുത്ത് നിക്ഷേപം നടത്തി കോടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു പോകുന്നു. അതോടെ നിക്ഷേപം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരു പ്രവണത CPM ആണ് തുടങ്ങി വെച്ചത്. കരുവന്നൂരിനപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം ബാങ്കുകൾ CPM കൊള്ളയടിച്ചു. CPM മോഡലിൽ പലയിടങ്ങളിലും കോൺഗ്രസ്സുകാരും ഈ കൊള്ളയടിക്ക് കൂട്ടുനിന്നു. അവിടെ സംഭവിച്ചത് സഹകരണ ബാങ്കുകളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. നാടുനീളെ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവർക്ക് പണം പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടായി. ഓരോന്നായി ഓരോ ബാങ്കുകൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത, മറ്റ് ബാങ്കുകളെ പോലല്ല, ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിലനിൽക്കും, വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദിവസവും നമ്മൾ കേൾക്കുന്നത് CPM ഭരിക്കുന്ന ബാങ്കുകൾ ഓരോന്നായി നിലം പൊത്തുന്നതാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ കേട്ടത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഒരു അർബൻ സഹകരണ ബാങ്കാണ്. ഈ ബാങ്ക് CPM ഭരണത്തിന് കീഴിലാണ്. CPM പലപ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണയുള്ളിടത്ത് അവിടെ ഒരു പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ടാണ് പിടിച്ചെടുക്കുന്നത്. ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ കേരള കോൺഗ്രസിനെ മാറി മാറി പരീക്ഷിക്കും. നേരത്തെ ജോസഫ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ മാണിയാണ്. ആ വിഭാഗത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവർക്കറിയില്ല ഇതെങ്ങനെ കൊള്ളയടിക്കണമെന്ന് അധികാരം ഉറപ്പിച്ച് പണം അടിച്ചു മാറ്റി ലാഭമുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു. അങ്ങനെയാണ് കട്ടപ്പനയിലെ ഈ സഹകരണ ബാങ്ക് പൊളിഞ്ഞു പോകുന്നത്. ബാങ്കിനെതിരെ വാർത്തകൾ പുറത്തു വന്ന ആളുകൾ പണം പിൻവലിക്കാൻ തുടങ്ങി. ബാങ്ക് പാനിക്കാവുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായ തകർച്ചയുടെ വക്കിലെത്തി. ഒരു പാവപ്പെട്ട മനുഷ്യനെ, അയാളുടെ പേര് സാബു മുളങ്ങാശ്ശേരി എന്നാണ്. 50 വയസ്സോട് ഓസ്ട്രേലിയയിലായിരുന്നു. ഇവിടെ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ നിക്ഷേപം മുഴുവൻ ബാങ്കിൽ പലപ്പോഴായി ഇട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അസുഖം വന്നു, ചികിത്സിക്കാൻ ആവശ്യത്തിന് പണം കിട്ടാതെ വന്നു. അദ്ദേഹത്തിന് പല ആവശ്യങ്ങളും ഉണ്ടായി. ബാങ്ക് പണം കൊടുക്കുന്നില്ല. എപ്പോഴും അദ്ദേഹം ബാങ്കിൽ കയറി ഇറങ്ങും, പക്ഷെ ബാങ്ക് പണം കൊടുക്കില്ല. അയാൾ ഉണ്ടാക്കിയ പണമാണ്. അയാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി. അയാൾ പലരെയും കാണാൻ തുടങ്ങുന്നു. ബാങ്കിൽ ചെന്ന് ചോദിക്കുന്നു, പക്ഷെ പണം കൊടുക്കില്ല. ഇവർ അധിക്ഷേപിച്ചു വിടുന്നു. 5 ലക്ഷം ചോദിച്ചാൽ 50,000 കൊടുക്കും. അങ്ങനെ ഏതാണ്ട് 15 ലക്ഷം രൂപയോളം ബാങ്കിൽ കിടക്കുമ്പോൾ ഈ മനുഷ്യന് ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഭാര്യയെ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. എന്നും ഇദ്ദേഹം ബാങ്കിൽ ചെല്ലും. ബാങ്കുകാർ ഇദ്ദേഹത്തെ പരിഹസിച്ചു വിടും. കഴിഞ്ഞ ദിവസം അദ്ദേഹം അല്പം ചൂടായി. സ്വാഭാവികം, എൻ്റെ കാശ് വേറെ ആളുടെ ഇരിക്കുന്നു, ഞാനത് ചോദിക്കുമ്പോൾ അത് തരത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ പ്രതിസന്ധിയിലാണെങ്കിൽ സ്വാഭാവികമായും വഴക്കുണ്ടാക്കും. അദ്ദേഹം എന്തൊക്കെയോ ചോദിച്ചു, അത് അവർക്ക് പിടിച്ചില്ല. ജീവനക്കാരെ മർദ്ദിച്ചു എന്ന തരത്തിൽ ഈ സാബുവിനെതിരെ കേസ് കൊടുക്കുന്നു. അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി
സജി വില്ലന്മാരാണ് പൊതുവെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ. ഇദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അദ്ദേഹത്തോട് പറയുന്നു, നിനക്കിട്ട് പണി ഞങ്ങൾ തരും, നിനക്ക് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, നീ പണ്ടേ നിനക്കിട്ട് തല്ല് തരേണ്ടതാണ് എന്ന് ഭയപ്പെടുത്തുന്നു. ഇത് കേട്ട് ഇയാൾ പേടിച്ചു പോകുന്നു. സ്വാഭാവികമാണ്, ഒന്ന് പണം കിട്ടാനുണ്ട്, അതിനൊപ്പമാണ് അയാൾക്ക് ഭീഷണിയും കള്ളക്കേസും ഉണ്ടാവുന്നത്. സജിയും സാബുവും തമ്മിലുള്ള സംഭാഷണം ഇപ്പോൾ വൈറലായിട്ടുണ്ട്. കേട്ടിട്ടില്ലാത്തവർ കേൾക്കുക. പള്ളിക്കവല താമസിക്കുന്നേ, ഞാൻ വിളിച്ചേ എന്റെ പൊന്ന് സാവേ, നമുക്കിട്ട് എന്നാ എല്ലാവർക്കും കൂടി നമുക്കിട്ട് ഭയങ്കര പണിയുന്നേ. എന്റെ വൈഫാണെങ്കിൽ ഇവിടെ പിന്നെ ഡൽഹി കൂട്ട് മറ്റേ ഒരു എന്താ പറഞ്ഞ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം രൂപ 2,500,000 രൂപ 2,20,000 രൂപ വേണം. എനിക്ക് ആ പൈസ ഉള്ളു. ഞാൻ ആ പൈസ തന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളും തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിങ്ങൾ അവരെ പിടിച്ച് തല്ലി, നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് നിങ്ങള് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നിങ്ങള് നമ്മൾ തന്നിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായ എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ, നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. അല്ല, അത് ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലും വിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ്, അയാൾ എന്നെ ഉപദ്രവിച്ചത് അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സെക്രട്ടറിയോട് പോലും നിങ്ങളോട് പറയാതെ അവരെല്ലാവരുടെ കൂടെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ്. എന്റെ പൊന്നു സഹാവെ, അവരെന്നെ നിങ്ങൾ കയറി വരുന്നത് കണ്ടു. അന്നേരം ഞങ്ങൾ അവിടെ ഉണ്ട്. എന്റെ പൊന്നു സഹാവെ, സംഭവം നടന്ന അങ്ങനെയൊന്നും അല്ല. സത്യത്തിലുള്ള സംഭവം. നിങ്ങൾക്ക് അതിന്റെ വിഷമം വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സാബു, എന്റെ വിഷമം ഞാൻ വേണമെങ്കിൽ സാബുവിന് അതിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാബു മനസ്സിലാവുള്ളൂ. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനിവിടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. എന്റെ പൊന്നു സഹാവെ, ഇതൊന്നും അല്ല, സത്യം അതൊന്നും അല്ല. അവരെന്താ പറഞ്ഞേക്കുന്ന പോലും എനിക്ക് അറിയത്തില്ല. അവരങ്ങനെ കള്ളവൊന്നും പറയല്ല. നിങ്ങളെ കുറിച്ച് ഇന്ന് വരെ നിങ്ങള് ഭാര്യയും കൂടെ വന്ന് അവിടെ കിടന്ന് എല്ലാ വേളവും ഉണ്ടാക്കുമ്പോഴും നിങ്ങളുടെ പൈസ തരാനുള്ളത് കൊണ്ട് ബാങ്ക് അതിനു വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങള് പരമാവധി ക്ഷമയോടെ അത് പോവാണ്. അവരെ എല്ലാം ഞാൻ എപ്പോഴും നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു സഹാവെ, ഞാൻ അനുഭവിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളൂ. അത് എന്റെ പൊന്നു സഹാവെ, ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇന്ന് വരെ ഒരാളുടെങ്കിലും എന്നെ പറ്റി അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഒരു മോശമായ നുള്ളി ബാങ്ക് പൈസ തരാനുണ്ട്, അത് തരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വിഡ്രോവൽ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോ നിങ്ങളുടെ ഭാര്യയുടെ അസുഖം വന്നത് ഈ മാസം തരേണ്ട പൈസയിൽ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് അടുത്ത് തന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് അവനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു ശരിയല്ല. എന്താ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു? നിങ്ങൾ എല്ലാവരും കൂടി ഇന്നെ ഞാനൊരു ഞങ്ങളെല്ലാവരുടെ കൂടിയൊന്നുമല്ല. സാബുവിനെ കുറിച്ച് ഇന്ന് വരെ ഒരു മോശം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സാബു വന്നപ്പോ നമ്മൾ തന്നെ അടുത്ത് പരിചയമില്ലാഞ്ഞിട്ടാണ്. ഇപ്പം ഞങ്ങൾ അവിടെ കയറി വന്ന ചായ കുടിച്ചിട്ടല്ല ഇങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടായത്. മനസ്സിലായോ? എന്റെ പൊന്നു സഹാവേ, പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളുടെ എല്ലാം പണം കൊടുക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു ചായ കുടിച്ചിട്ടല്ല ഈ പ്രതിസന്ധി ഉണ്ടായത്. പക്ഷെ അങ്ങനെ വന്നുപോയി. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി രായും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഒരു ദിവസമൊക്കെ രാവിലെ മുതൽ ഉച്ചവരെ അവിടെ ഇരുന്ന് ഇറങ്ങുമ്പോഴത്തേനും മനുഷ്യന്റെ ആരോഗ്യം മുഴുവൻ പോവുക. എന്നിട്ട് അവിടെ വന്നിരുന്ന് അവരെ വിരട്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ പൊന്നു സഹാവേ, അവര് കേക്കുമായിട്ട് പോകുമായിരുന്നു. വണ്ടിയെ കേക്കും കയറ്റി വെച്ചിട്ട് അവർ പോകുമായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് റെജി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നില്ലേ. അപ്പൊ ഞാൻ പൈസ പറയാ, തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ ഒറ്റ എന്നെ പിടിച്ച് ഒരു തള്ളുപോയതേ അവിടെ വെച്ചിട്ട്. തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ വണ്ടിയെ വെച്ചിട്ട്. അപ്പൊ ആ വണ്ടിയേല് ഈ പുള്ളിക്കാരനും ഇരിപ്പുണ്ട്, എന്നാ മറ്റേ സുജയ് ഇരിപ്പുണ്ട്, ഉടനെ റെജി ഇരിപ്പുണ്ട്. റെജി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ റെജിനോട് പറഞ്ഞു, ആളുകളോട് പൈസ ചോദിക്കുമ്പോ മറുപടിയൊക്കെ പറയുന്നത് ഞങ്ങൾ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാണ് ഞാൻ. റെജി ആളുകളോട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാണ് ഞാനൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഒരു കാര്യം നിങ്ങൾക്ക് പണി അറിയത്തില്ല. ആ ഫ്രണ്ടിലെ ക്യാമറയുണ്ട്. ആ ക്യാമറ നോക്കുമ്പോൾ കൃത്യമായിട്ടും അറിയാം. അവരുടെ ഫ്രണ്ടിലത്തെ ക്യാമറ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും കാണുമ്പോൾ അറിയുകയും ചെയ്യാം. ഞാൻ വിളിക്കാം. ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യന്റെ 15 ലക്ഷത്തോളം രൂപ ബാങ്കിലുണ്ട്.
ആ പണം തിരിച്ചു ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തുകയാണ്. നിന്നെ കാണിച്ചു തരാം, നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി എന്ന പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തതോടെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി. ഭാര്യയെ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിക്ക് പുറത്തിറക്കാൻ കഴിയുന്നില്ല. ഒപ്പമാണ് CPM യുദ്ധം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ദുരവസ്ഥയെക്കുറിച്ച് അയാൾ ചിന്തിച്ചത്. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. ഒരു ഡെപ്യൂട്ടി കളക്ടർ നവീൻ ബാബു സത്യസന്ധമായി ജീവിതകാലം മുഴുവൻ മുമ്പോട്ട് കൊണ്ടുപോയത്. പക്ഷേ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ അവർ ഭയപ്പെടുത്തുകയാണ്, പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. നിന്നെ കാണിച്ചു തരാം. പേടിച്ചിട്ട് അദ്ദേഹം മരണം തെരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതാണോ എന്ന് പോലും സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിലൊരിടത്തും എത്തുന്നില്ല. CBI അന്വേഷണം വേണം പറഞ്ഞ് കോടതിയിൽ കേസ് പോയിട്ട് ഒരിടത്തും എത്തി ഇതുവരെ വിധി വന്നിട്ടില്ല. അങ്ങനെ ഒരു വശത്ത് മുമ്പോട്ട് പോകുന്നു. അത്തരത്തിൽ പലയിടങ്ങളിലും ആളുകൾ മരിക്കുന്നു. അപ്പോഴാണ് കയ്യിലിരിക്കുന്ന പണം ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട് ആ പണം ചോദിച്ചതിൻ്റെ പേരിൽ ഭീഷണി നേരിട്ടിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്, ചികിത്സ കഴിഞ്ഞ് ഭാര്യയെ വെളിയിലിറക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ മരണം ചോദിച്ചു വാങ്ങുന്നത്. ഇതാണ് CPM സ്വപ്നം കാണുന്ന കിനാശ്ശേരി. അവർ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്: ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നൽകുന്ന ഉച്ചിഷ്ടം കൊണ്ട് നിങ്ങൾ ജീവിച്ചോണം, ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്താൽ ഞങ്ങൾ കള്ളക്കേസിൽ കൊടുക്കും, ജീവിക്കാൻ കഴിയാതാക്കും, നിങ്ങളുടെ പണം കിട്ടത്തുമില്ല. വല്ലാത്തൊരു ദുരവസ്ഥയാണ്. സഹകരണ ബാങ്കുകളിൽ പണമിട്ടവരൊക്കെ ഭയന്ന് പിൻവലിക്കുകയാണ്. ഇതാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ അവസ്ഥയെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ് പുതിയൊരു ഇടപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് പലരും. ഒന്നിലധികം സംസ്ഥാനത്ത് ശാഖകൾ തുടങ്ങുന്ന ബാങ്കുകളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കേന്ദ്ര സർക്കാരോ നിയമവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതുകൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന തരത്തിലാണ് പ്രചരണം നടത്തുന്നത്. ഇവയിൽ മിക്കതും തന്നെ തട്ടിപ്പ് സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മോദിയുടേതാണ് എന്ന തരത്തിൽ ഇവിടെ പ്രചരണം നടത്തുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ബോർഡ് വയ്ക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഈ സഹകരണ ബാങ്കുകളെക്കാൾ വലിയ കൊള്ളയാണ് അവർ നടത്തുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നിക്ഷേപം സ്വീകരിക്കാം ദീർഘകാലത്തേക്ക്. അതുകൊണ്ട് ഇതിന്റെ ദുരന്തം അറിയാൻ പോകുന്നത് പിന്നീടാണ്. 8-10 വർഷം കഴിഞ്ഞ് പണം തിരിച്ചടയ്ക്കാൻ സമയത്ത് ആർക്കും പണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ ശേഖരിക്കുന്ന പണം മുഴുവൻ അടിച്ച് ദൂർത്തടിക്കുകയാണ്. ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുതലാളിമാർ കോടീശ്വരന്മാരായിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് 15,000, 20,000, 20,000 കോടിയൊക്കെയാണ് ഇവരുടെ കയ്യിൽ. നാട്ടുകാരുടെ പണമാണ്. നിയമപരമായി അവർ പിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ പണം ദൂർത്തടിക്കുകയാണ്. സിനിമാ നിർമ്മാണവും ആഡംബര ജീവിതവുമായി ദൂർത്തടിക്കുകയാണ്. ഇതൊക്കെ പൊളിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ സ്റ്റേറ്റ് സഹകരണ ബാങ്കുകളെക്കാൾ ഭയാനകമായിരിക്കും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ ഇത് ഞാൻ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞ് പണം പിരിച്ചുകൊണ്ടിരിക്കും. പിന്നീട് 8-10 വർഷം കഴിയുമ്പോൾ മാത്രമേ ഇതിന് തിരിച്ചടി അറിയാൻ പോകുന്നുള്ളൂ. അതായത് സമസ്ത മേഖലകളിലും ചൂഷണം ശക്തമാണ്. CPM ആണ് ഈ വൃത്തികേടും കൊള്ളയും തുടങ്ങി വെച്ചത്. മറ്റ് പാർട്ടിക്കാരും ഏറ്റെടുക്കുന്നു. CPM ഭരിക്കുന്ന കാലത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണവും അവർ പിടിച്ചു മേടിക്കും. ചോദിച്ചാൽ ഭീഷണി ഉണ്ടാവും, തൂങ്ങി മരിക്കേണ്ടി വരും. വല്ലാത്ത ഗതികെട്ട കാലത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു.